പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. നിങ്ങളേവരും ടെൻഷനിലാണെന്നറിയാം. ടെൻഷൻ്റെ ഒരു കാര്യവുമില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് ആദ്യമായി ഞാനൊരു കാര്യം അനൗൺസ് ചെയ്യട്ടെ. നിങ്ങൾ വർഷങ്ങളായി പഠിക്കുന്നവരാണ്, മാസങ്ങളായി പഠിക്കുന്നവരാണ്, എക്സാമിനെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഉറ്റുനോക്കുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റിവിഷൻ പ്ലാൻ അത്യന്താപേക്ഷിതമാണ്. എൻ്റെ നേതൃത്വത്തിലുള്ള റിവിഷൻ LPUP സ്പെഷ്യൽ ബാച്ച് ഈ വരുന്ന 13-ാം തീയതി എൻട്രിയിൽ ആരംഭിക്കുകയാണ്. ഏവർക്കും ആ ബാച്ചിലേക്ക് സ്വാഗതം. ആ ബാച്ചിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കേണ്ടത് നിങ്ങളുടെയെല്ലാം LPSA UPSA ഉദ്യോഗാർത്ഥികളുടെയെല്ലാം പേടി സ്വപ്നമായ സൈക്കോളജി എന്ന പാഠഭാഗത്ത് നിന്നും നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ത്, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തതെന്തെല്ലാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് മൈ ബ്ലൂ പ്രിൻറ്റ്. എൻ്റെ ബ്ലൂ പ്രിൻറ്റ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. പഠനത്തെക്കുറിച്ചുള്ള സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, ഘടനാവാദം മുതൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വരെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ നേരത്തെയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് രണ്ട് ഭാഗമായി നിങ്ങൾ പഠിക്കേണ്ടതില്ല. ഈ രണ്ട് പോർഷൻസും ഒരൊറ്റ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കാം. ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നല്ലെങ്കിൽ 2 മാർക്കാണ് ഇവിടെ വരുന്നത്. ഒന്നല്ലെങ്കിൽ 2 മാർക്ക്. ഈ 1 മാർക്ക് 2 മാർക്ക് എന്നുള്ളത് ഏറ്റവും കുറവാണ്. അതിൽ കൂടുതൽ വരാനാണ് ഏറ്റവും അധികം സാധ്യത. കഴിഞ്ഞ NCE എക്സാമിനേഷൻ എല്ലാം 2 മാർക്കിൽ കൂടുതലുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ടതൊന്ന് തരംതിരിച്ചാൽ അതിന് പ്രാധാന്യം കൊടുത്തൂടെ? നമ്മളിവിടെ നോക്കുക. ആദ്യമേ എല്ലാവർക്കും കിട്ടുന്ന ചില റാങ്ക് ഫയലും മെറ്റീരിയൽസും ഒക്കെ എടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഘടനാവാദവുമായി ബന്ധപ്പെട്ട് വില്യം വൂണ്ടിൻ്റെയും എഡ്വേർഡ് ടിച്നറിൻ്റെയും പഠനങ്ങൾ ഒരുപാട് ആഴത്തിൽ വിശദീകരിച്ച് കൊടുക്കുന്നതായിട്ട് കാണാം. പക്ഷെ അത് വേണ്ട. കാരണം വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരാശയത്തിന് ഒരു പുതിയ രൂപം നൽകാൻ കാരണക്കാരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളായതുകൊണ്ട് തന്നെ ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാക്കളായിട്ടുള്ള വില്യം വൂണ്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ എഡ്വേർഡ് ടിച്നറിൻ്റെയും കുറച്ച് കാര്യങ്ങൾ, ആ ഇൻട്രോസ്പെക്ഷൻ, ആ സൈക്കോളജിക്കൽ ലബോറട്ടറി, അതിൻ്റെ പ്ലേസ്, അതിൻ്റെ വർഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം അവിടെ പഠിച്ചാൽ മതി. നിങ്ങൾ അതിനപ്പുറത്തേക്ക് കൂടുതൽ കടന്ന് പഠിക്കാൻ ആരും ഇനി വ്യഗ്രതപ്പെടുകയേ വേണ്ട. അപ്പോൾ ആ കാര്യം അവിടെ വെച്ച് നിർത്തുക. ഇനി 2 അമേരിക്കൻ സൈക്കോളജിയാണ്, ഫങ്ഷണലിസമാണ്, വില്യം ജോൺസൺ ആണ്. ഇവിടെയും നിങ്ങൾ ആഴത്തിൽ പോകരുത്. ഇവിടെയും വില്യം ജോൺസിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ച്, വില്യം ജെയിംസിൻ്റെ സിദ്ധാന്തങ്ങളിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. പുറത്ത് നിന്ന് അതിൻ്റെ മുകൾ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്താധാര എന്താണ് അർത്ഥമാക്കുന്നത്, ഈ ചിന്താധാരയിൽ എന്തൊക്കെയാണ് ഇവർ ധർമ്മങ്ങളായി പറയുന്നത് മനസ്സിൻ്റെ, ആരൊക്കെയാണ് ഇതിൻ്റെ വക്താക്കൾ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചു നിർത്തുക. അല്ലാതെ ഈ 2 വാദത്തിൻ്റെയും തിയറികൾ നിങ്ങൾ എടുത്ത് നൂലിഴ പരിശോധിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് അബദ്ധമേ ഉണ്ടാകൂ. നിങ്ങളെ സമയം കൺസ്യൂമിംഗ് ആണ്. തിരിച്ചു വരാം മക്കളെ, നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. വ്യവഹാരവാദം. അതാ തുടങ്ങുന്നടാ പിള്ളേരെ, തുടങ്ങുന്നതാ. ഞാൻ ഇവിടെ പ്രയർ ഇമ്പോർട്ടൻസും കൊടുക്കും, ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതും പറയും. ഇവിടെ പ്രയർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ 3 സാധനങ്ങളാണ്. ഏത് 3 സാധനങ്ങൾ? പൗരാണികാനുബന്ധന സിദ്ധാന്തം, ശ്രമപരാജയ സിദ്ധാന്തം, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. പക്ഷേ JB വാട്സന്റെ സിദ്ധാന്തം ഇതുവരെയായിട്ട് പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. ഇതുവരെയായിട്ട് JB വാട്സന്റെ സിദ്ധാന്തം പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഈ 3 സാധനങ്ങൾ, പൗരാണികാനുബന്ധന സിദ്ധാന്തവും ശ്രമപരാജയ സിദ്ധാന്തവും പ്രവർത്തനാനുബന്ധന സിദ്ധാന്തവും, ചുരുക്കം പറഞ്ഞാൽ പാവ്ലോവും തോണ്ടയ്ക്കും സ്കിന്നറും. ഈ പാവ്ലോവും തോണ്ടയ്ക്കും സ്കിന്നറും തന്നെയാണ് മനഃശാസ്ത്രജ്ഞനും അവരുടെ ആശയങ്ങളിലും വരുന്ന 3 പേർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക മക്കളെ. ഈ 3 പേരുടെയും സിദ്ധാന്തം പഠിക്കണം, ശ്രദ്ധിക്കുക. ഈ പൗരാണികാനുബന്ധന സിദ്ധാന്തം പഠിക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹം കൊണ്ടുവന്ന കുറെ
കീ കോൺസെപ്റ്റുകളുണ്ട്. ശ്രമപരാജയ സിദ്ധാന്തം പഠിക്കുമ്പോഴും കുറെ കീ കോൺസെപ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ തോണ്ടക്കിന്റെ പഠന നിയമങ്ങൾ, സെക്കൻഡറി ലോസ് ഒക്കെ. അതുപോലെ തന്നെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം വരുമ്പോഴത്തേക്ക് സ്കിന്നറുമായി ബന്ധപ്പെട്ട കുറെ കോൺസെപ്റ്റുകളുണ്ട്. അത് പരുവപ്പെടുത്തലാകാം, അത് റീഇൻഫോഴ്സ്മെന്റ് ആകാം, അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആകാം, ശിക്ഷയാകാം, അതുപോലെ തന്നെ നമ്മൾ ഷോർട്സിൽ പറഞ്ഞ പ്രചോദനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റുകളാകാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മൂന്ന് സാധനങ്ങൾ അതായത് ഈ മൂന്ന് പേരുടെ ഈ മൂന്ന് തിയറിയും ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകളും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒന്നുകിൽ വ്യവഹാരവാദം എന്ന സംജ്ഞയിൽ നിന്നോ അല്ലെങ്കിൽ ഇവര് മൂന്ന് പേരിൽ നിന്നോ ഒരു മാർക്ക് ഉറപ്പിച്ചോ. ഇനി അടുത്തതാണ് സമഗ്രതാവാദം. സമഗ്രതാവാദം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കുക, വർത്തിമറുണ്ട്, കോഹ്ലറുണ്ട്, കോഫ്കയുണ്ട്, ഇനി കോളറുടെ അന്തർദൃഷ്ടി സിദ്ധാന്തമുണ്ട്. എടാ ഇത് 3-4 എടുത്തു വെച്ച് നിങ്ങൾ പഠിച്ചു കളയല്ലേ. നിങ്ങൾക്കറിയാം മാക്സ് വെർത്തിമർ ആണ് ഇത് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെയാണ് 5 പ്രതിഭാസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നിങ്ങൾക്കറിയാം കോഫ്ക വലിയ പ്രാധാന്യമുള്ളൊരു വ്യക്തിയല്ല, വലിയൊരു പ്രാധാന്യമിന്റെ വ്യക്തിയല്ല. എന്നാൽ കോഹ്ലർ എന്ന് പറയുന്ന അജയ്യനായിട്ടുള്ള മനുഷ്യനാണ് ഈ സമഗ്രതാവാദത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കോഹ്ലറുടെ അന്തർദൃഷ്ടി സിദ്ധാന്തം, സുൽത്താൻ എന്ന ചിമ്പാൻസിയിലെ പരീക്ഷണം, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള നിയമം, സമഗ്രതാവാദം എന്നാൽ കോഹ്ലറുടെ സിദ്ധാന്തം പഠിച്ചു വെച്ചോണം. അത് ബാക്കി പഠിക്കണമെന്നല്ല പറയുന്നത്. ഏറ്റവും കൂടുതൽ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള സമഗ്രതാവാദി കോഹ്ലറാണ്. കോഹ്ലറുടെ സിദ്ധാന്തമാണ്, കോഹ്ലറുടെ ആശയങ്ങളാണ്, കോഹ്ലറുടെ പഠന വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര ആശയങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സമഗ്രതാവാദം എൻ്റെ കൊച്ചുങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സമഗ്രതാവാദത്തിൽ നിന്നും എന്താണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മനോവിശ്ലേഷണമാണ്. മനോവിശ്ലേഷണം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇവിടെ സിഗ്മണ്ട് ഫ്രോയിഡിനെ മാത്രം പഠിച്ചാൽ മതി. കാൾ യൂങ്ങിലേക്ക് നിങ്ങൾ പോകണ്ട, ആഡ്ലറിലേക്ക് നിങ്ങൾ പോകണ്ട. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ 3 കോൺസെപ്റ്റുകൾ പഠിക്കണം. ഒന്ന് വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, 2 വ്യക്തിത്വത്തിന്റെ ഘടന, 3 മനോലൈംഗിക വികാസവുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്. മനോലൈംഗിക വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയുമായി ബന്ധപ്പെട്ട് ബോധമനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, വ്യക്തിത്വത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് ഇത് ഈഗോ, സൂപ്പർ ഈഗോ, മനോലൈംഗിക വികാസവുമായി ബന്ധപ്പെട്ട് വദനഘട്ടം മുതൽ ലൈംഗിക ഘട്ടം വരെ, അവയവ ഘട്ടം വരെയുള്ള ജെനിറ്റൽ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും പഠിച്ചാൽ ഇദ്ദേഹത്തെ വേറൊരിടത്തു കൂടി നമുക്ക് ഉപയോഗപ്രദമാക്കും. മനോവിശ്ലേഷണ വാദവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വത്തിലെ കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ പഠിച്ചു. സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ, തലതൊട്ടപ്പനല്ലേ, മാർക്ക് 1 മറക്കല്ലേ, ഓർത്ത് വെച്ചോണം. വേറെ ഒന്നിലേക്കും നിങ്ങൾ പോകണ്ട. ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് നോക്കണ്ട, ഇദ്ദേഹം കല്യാണം കഴിച്ച ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് നോക്കണ്ട, ഇദ്ദേഹം ജനിച്ച സ്ഥലമൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ 3 ഐഡിയോളജി, ഈ 3 കോൺസെപ്റ്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതവിടെയും കഴിഞ്ഞു. ഇനി ഇത്രയും ബൃഹത്തായിട്ടുള്ള പോർഷൻസിൽ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ജ്ഞാന നിർമ്മിതിവാദം എന്ന ആശയമാണ്. ഇവിടെ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുമ്പോൾ 3 പേരല്ലേ. 1 ജീൻ പിയാഷെ, 2 ബ്രൂണർ, 3 ഒസുബൽ. വേറെ ആരും വേണ്ട. എടാ പിള്ളേരെ, വേറെ ആരും വേണ്ടടാ. ഇത് പഠിച്ചിരിക്കണം. നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും സമയം കണ്ടെത്തി പഠിച്ചോ. പക്ഷേ ഞാൻ എൻ്റെ ബ്ലൂ പ്രിന്റിൽ കൃത്യമായി പറയുന്നു, എടാ വേറെ ഒന്നിലേക്ക് നിങ്ങൾ പോകണ്ട മക്കളെ. ജീൻ പിയാഷെ പഠിക്കണം. ജീൻ പിയാഷെ പഠിക്കുമ്പോഴത്തേക്ക് ആദ്യമേ അദ്ദേഹത്തിൻ്റെ സ്കീമ, അദ്ദേഹത്തിൻ്റെ അസിമുലേഷൻ, അദ്ദേഹത്തിൻ്റെ അക്കോമഡേഷൻ, അദ്ദേഹത്തിൻ്റെ ഇക്വിലിബ്രേഷൻ, അദ്ദേഹത്തിൻ്റെ മറ്റ് കോൺസെപ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ, അതിനുശേഷം വരുന്ന അദ്ദേഹത്തിൻ്റെ ഘട്ടങ്ങൾ, ഡെവലപ്മെന്റൽ സ്റ്റേജ്, ഭൗതിക വികാസവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ, ഇത് രണ്ടും നിങ്ങൾ ഇതിനകത്ത് പഠിച്ചിരിക്കണം. നിങ്ങൾ ഇതിനകത്ത് പഠിച്ചിരിക്കണം. കാരണം സൈക്കോളജി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ
ജനറ്റിക് എപ്പിസ്റ്റമോളജിസ്റ്റ് ആയിട്ടുള്ള ജീൻ പിയാഷെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുന്ദരൻ സാറ് വരുന്നു, ജെറോമസ് ബ്രൂണർ, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ലോകത്തിൻ്റെ സൈക്കോളജിയുടെ നിറകുടമായി നിന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ എടുത്ത് തോളോട് ചേർത്ത് വെച്ച നമ്മുടെ ജെറോമസ് ബ്രൂണർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വികാസ ഭൗതിക ഘട്ടങ്ങളും നിങ്ങൾ പഠിക്കണം. ഡേവിഡ് പോൾ ഒസുബൽ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ കൃത്യമായും ഇട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തവുമായ അർത്ഥപൂർണമായ ഭാഷാ പഠനം എന്ന സിദ്ധാന്തം പഠിക്കണം. സോ ജ്ഞാനനിർമ്മിതിവാദം വരുമ്പോൾ ഈ കാര്യം നിങ്ങൾ കൃത്യമായും പഠിച്ചിരിക്കണം. വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഒഴിവാക്കിക്കോ മക്കളെ. ഐ സ്ട്രോങ്ലി റിക്വസ്റ്റ് യു, ജ്ഞാനനിർമ്മിതിവാദത്തിൽ നിങ്ങൾ ഈ 3 പേരെയും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഈ ഭൗതിക വികാസ സിദ്ധാന്തത്തിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിയാഷെ കഴിഞ്ഞാൽ നമ്മുടെ ജെറോമസ് ബ്രൂണറുടെ കണ്ടെത്തൽ പഠനവും അതുപോലെ തന്നെ ഡേവിഡ് പോൾ ഒസുബലിൻ്റെ അർത്ഥപൂർണമായ ഭാഷാ പഠനവും. മറക്കല്ലേ, വിസ്മരിക്കല്ലേ, സ്മൃതിയിൽ ആണ്ടുപോകരുതേ. മക്കളെ നോക്കിയേ, കിടക്കുന്നതാ എൻ്റെ പൊന്നുമക്കളെ, മറക്കരുത്. ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത സാധനമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. NCF എടുത്തു വെച്ചില്ലേ, KCF എടുത്തു വെച്ചില്ലേ. ലോകത്തിലുള്ള മിക്ക വികസിത രാജ്യങ്ങളും അവരുടെ വിദ്യാഭ്യാസ ആശയങ്ങളായി എടുത്തു വെച്ചില്ലേ. ജോൺ ഡൂയിക്ക് ശേഷം ഒരു വിദ്യാഭ്യാസ പരിഷ്കർത്താവ് ഉണ്ടെങ്കിൽ അത് മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ലവ് വൈഗോട്സ്കിയാണ്. അറിയപ്പെടാതെ പോയ കാലഘട്ടങ്ങളിൽ എന്നുള്ളത് അത് വലിയ വിഷമകരമായ ഒരു കാര്യമാണ്. എങ്കിലും 36 വയസ്സിൽ അന്തരിക്കുമ്പോൾ 3600 വർഷം ഈ ഭൂമിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് നിലനിൽക്കുമെന്ന് ഉറപ്പോടെ ആയിരിക്കാം ആ യാത്ര പോയത്. ജ്ഞാനനിർമ്മിതിവാദം, വൈഗോട്സ്കിയുടെ ആശയങ്ങൾ, മോർ നോളജബിൾ അതേഴ്സ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ആശയങ്ങൾ, ഈ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. മറക്കരുതേ. കിടക്കുന്നടാ. നെക്സ്റ്റ് മാനവികതാവാദം. ആരുടെ? കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കിക്കൽ നീഡ് തിയറി. എബ്രഹാം മാസ്ലോയുടെ ആ നീഡ്, ആ പിരമിഡ് പഠിച്ചാൽ മതിയടാ പിള്ളേരെ. ആ പിരമിഡുമായി ബന്ധപ്പെട്ട ഗ്രോത്ത് നീഡും ഡെഫിഷ്യൻസി നീഡും പഠിച്ചാൽ മതിയടാ പിള്ളേരെ. സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം കാൾ റോജേഴ്സ് എന്ന് പറയുന്ന ഈ ബഹുമുഖ പ്രതിഭയുടെ സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം, സെൽഫ് തിയറി എന്ന് പറയുന്ന ഈ ഒരു സാധനവും, ആത്മസാക്ഷാത്കാര സിദ്ധാന്തം അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ടുള്ള നമ്മുടെ എബ്രഹാം മാസ്ലോയുടെ ആ തിയറിയും നിങ്ങൾ മറക്കരുതേ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ പഠന സിദ്ധാന്തങ്ങളായി അതിൻ്റെ കൂടെ സാമൂഹ്യ പഠന സിദ്ധാന്തം കൂടിയുണ്ട്. സാമൂഹ്യ പഠന സിദ്ധാന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോബോഡോൾ എക്സ്പെരിമെന്റ് നടത്തിയ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ആൽബർട്ട് ബന്ധൂരയും അതുപോലെ തന്നെ നമ്മുടെ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഇത് രണ്ടും നിങ്ങൾ കൃത്യമായും പഠിച്ചിരിക്കണം. ആ ഹൈറാർക്കി ഓഫ് ലേണിംഗ് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. സംജ്ഞാ പഠനം മുതൽ മുകളിലോട്ട് നിങ്ങൾ കൃത്യമായും ഓർത്തു വെക്കണം. കാര്യം കോൺസെപ്റ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുപോലെ തന്നെ അനുകരണ പഠനം പറയുന്ന ആൽബർട്ട് ബന്ധൂരയുടെ കോൺസെപ്റ്റും നിങ്ങൾ മറക്കരുത്. ഇതിനകത്ത് നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ റാങ്ക് ഫയലിൽ കാണും, ടെക്സ്റ്റ് ബുക്കുകളിൽ കാണും. നിങ്ങൾക്ക് പലതരത്തിലുള്ള മെറ്റീരിയൽസ് DLD ടെക്സ്റ്റ് ബുക്കുകൾ കാണും. അതിൻ്റെ പിറകെയൊന്നും നിങ്ങൾ ചിറകു വെച്ചുകൊണ്ട് പറന്നോടിപ്പോകരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടത് സംക്ഷിപ്തമായ ഇത്തരം കോൺസെപ്റ്റുകളാണ്, ചർച്ചാ വിഷയമായ ഇത്തരം കോൺസെപ്റ്റുകളാണ്, മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ള ഇത്തരം കോൺസെപ്റ്റുകളാണെന്ന് എൻ്റെ മക്കൾ കൃത്യമായും ഓർത്തു വെച്ചോണം. ഓക്കെ, ഇനി നമുക്ക് വിദ്യാഭ്യാസ ദർശനങ്ങൾ, ദാർശനികന്മാർ. ഇവിടെ നിങ്ങൾക്ക് ഈ സ്ലൈഡുകൾ കാണുമ്പോൾ ചിലപ്പോൾ തലകറക്കം ഫീൽ ചെയ്തേക്കാം. കാരണം ഇത്രയും പഠിക്കണോ എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും പഠിക്കണം. ഞാൻ പറയുന്നവരെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് 3 ദർശനങ്ങളുണ്ട്: ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികവാദം. ഇനി മാനവികതാവാദമുണ്ട്, യഥാർത്ഥവാദമുണ്ട്. അതിലേക്കൊന്നും നിങ്ങൾ ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ കടക്കുകയേ വേണ്ട. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് നമ്മൾ BEdനും TTCക്കും എല്ലാം പഠിച്ച ഐഡിയലിസം. എന്താണ് ഐഡിയലിസത്തിൻ്റെ വിദ്യാഭ്യാസ ലക്ഷ്യം? എന്താണ് ഐഡിയലിസത്തിൻ്റെ ബോധന രീതി? എന്താണ് അവിടെ വിനയം?
എന്താണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധം, എന്താണ് അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, ഇതാണ് ആദർശവാദത്തിൽ നോക്കേണ്ടത്. എന്നിട്ട് ആദർശവാദികളായിട്ടുള്ള ആൾക്കാരുടെ മീൻസ് ആദർശവാദികളായിട്ടുള്ള ദാർശനികന്മാരുടെ പേരുകളും പഠിക്കണം. അതുപോലെ തന്നെ പ്രകൃതിവാദത്തിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ പ്രകൃതിവാദത്തിൽ ഞാൻ നേരത്തെ ആദർശവാദത്തിൽ പഠിക്കാൻ പറഞ്ഞ അതേ കോൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം. ദെൻ പ്രായോഗികവാദം വരണം. അവിടെയും അധ്യാപക വിദ്യാർത്ഥി ബന്ധം, അവിടെയും ബോധന മാധ്യമം, ബോധന രീതി, അവിടെയും വിനയത്തിൻ്റെ പ്രാധാന്യം, അത് ശിശു കേന്ദ്രീകൃതമാണോ, അതിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസ ലക്ഷ്യം എന്നിവയെല്ലാം നിങ്ങൾ പ്രായോഗികവാദവുമായി ബന്ധപ്പെട്ട് പഠിക്കണം. ഇതിനെ മൂന്നിനെയും കമ്പാരിസൺ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൻ്റെ മൂന്നിനെയും വിദ്യാഭ്യാസ ലക്ഷ്യവും നിങ്ങൾ പഠിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മൂന്നും നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇത്രത്തോളം ഏകദേശം 20ഓളം ദാർശനികന്മാരാണ്. അവരുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളാണ്. എല്ലാവരെയും നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ്. നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കൊമീനിയസ് ആണ് മൂന്നാമത്തെ വ്യക്തി. ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത വ്യക്തിയാണ് റൂസോ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത വ്യക്തിയാണ് പെസ്റ്റലോസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്രാൻസിസ് ബേക്കനെയും ഇമ്മാനുവൽ കാന്റിനെയും എടുത്താൽ, ഫ്രാൻസിസ് ബേക്കനെ നിങ്ങൾ പഠിച്ചാൽ ഇമ്മാനുവൽ കാന്റിനെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഫ്രാൻസിസ് ബേക്കൻ കൃത്യമായും നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ പെസ്റ്റലോസിയും റൂസോയും. ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരാൾ പ്ലേറ്റോ, മറ്റൊന്ന് കൊമീനിയസ്, അതുപോലെ തന്നെ റൂസോ, അതുപോലെ തന്നെ പെസ്റ്റലോസി. ഇത്രയും പേരുകളും ഇത്രയും പേരുമായി ബന്ധപ്പെട്ട അവരുടെ വിദ്യാഭ്യാസ ദാർശനിക കാഴ്ചപ്പാടുകളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ ഇവിടെ വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് മഹാരഥന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഫ്രോബലും ജോൺ ഡൂയിയും എന്ന് പറയുന്നത്. ഗാന്ധിജി, ടാഗോർ, വിവേകാനന്ദൻ, അരവിന്ദ് ഘോഷ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇത്രയും പേരെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ 40-50ഓളം വരുന്ന ആൾക്കാരെ നിങ്ങൾ, ഇനി ഒരാൾ കൂടി ഉണ്ട്, മറിയ മോണ്ടിസോറി, മിസ്സായതാണ്. മോണ്ടിസോറിയെ കൂടി പഠിച്ചിട്ട് നിങ്ങൾ ആ പഠനം, അതായത് മോണ്ടിസോറിയെ കൂടി പഠിച്ചിട്ട് നിങ്ങൾ ആ പഠനം, വിദ്യാഭ്യാസ ദർശനങ്ങളും ദാർശനികന്മാരും എന്ന പഠനം അവസാനിപ്പിക്കുക. പക്ഷേ ഇവരെ ഇത്രയും കമ്പൽസറി ആയിട്ട് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി ബുദ്ധിയിലേക്ക് വന്നാൽ, ബുദ്ധിയിൽ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി എവിടം വരെ, നമ്മുടെ വൈകാരിക ബുദ്ധി വരെയുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യത്തെ നമ്മുടെ സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം പഠിക്കണം. റൈമണ്ട് കാറ്റലിൻ്റെ ബുദ്ധി വിഭജനം പഠിക്കണം, ഖരബുദ്ധി, ദ്രവബുദ്ധി. ദെൻ നമ്മുടെ ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം നിങ്ങൾ പഠിക്കണം. ദെൻ സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറി നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഹൊവാർഡ് ഗാർണറുടെ ബഹുമുഖ ബുദ്ധി നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആൽഫ്രഡ് ബീനയുടെയൊക്കെ, അതുപോലെ തന്നെ സ്റ്റേണിൻ്റെയൊക്കെ ബുദ്ധിമാപനം നിങ്ങൾ പഠിക്കണം. ദെൻ നമുക്ക് ഡാനിയൽ ഗോൾഡ്മാൻ്റെ വൈകാരിക ബുദ്ധി. ഇത് പഠിച്ചാൽ മതി. ഇത് നിർബന്ധമായും പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട 99.9% ചോദ്യങ്ങളും കേറ്ററ്റിനും LPSCക്കും UPSCക്കും CTETനും നെറ്റിനും സെറ്റിനും എല്ലാം ചോദിച്ചിട്ടുള്ളത് ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഈ സാധനങ്ങളിൽ നിന്നാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത് മക്കളെ, സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ നോക്കുക, വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. നിരവധി വ്യക്തിത്വ സിദ്ധാന്തങ്ങളുണ്ട്, നിരവധി സമീപനങ്ങളുണ്ട്. എൻ്റെ മക്കൾ ഏറ്റവും പ്രധാനത്തോടു കൂടി ഞാൻ തരുന്ന അഡ്വൈസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട്, മനോവിശ്ലേഷണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് മനോവിശ്ലേഷണം എവിടെ വെച്ചുകൂടി നമ്മളങ്ങ് തീർക്കും. വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാരുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് തീർക്കുമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ആൽപോർട്ടിൻ്റെ ട്രൈറ്റ് തിയറി അല്ലേ. പ്രാഥമികമായും നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര സവിശേഷതകളും അതുപോലെ തന്നെ മുഖ്യ സവിശേഷതകളും അതുപോലെ തന്നെ ദ്വിതീയ സവിശേഷതകളും പറയുന്ന സവിശേഷ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രൈറ്റ് തിയറി നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ മാനവികതാവാദം, കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ, ഇവരെ രണ്ടുപേരെയും നമ്മൾ നേരത്തെ പഠിച്ചു. എവിടെ? വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞരും അവരുടെ സിദ്ധാന്തങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ
ട്രൈറ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇനി വ്യക്തിത്വം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്ന 8 പോയിന്റോളം ഉണ്ട്. ഈ അടിസ്ഥാന തത്വങ്ങൾ കൂടി നിങ്ങൾ കൃത്യമായും എൻ്റെ മക്കള് പഠിച്ചിരിക്കണം, പ്രയോജനപ്പെടും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും പോകണ്ട. ഓക്കെ, ദാണ്ടെ അടുത്ത മേഖല വികാസം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മുടെ വികാസങ്ങൾ? ആദ്യം നമ്മൾ ഒരു 9 വികാസ തത്വങ്ങളുണ്ട്. ഞാനത് ഓൾറെഡി ഇവിടെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ആ 9 എണ്ണം പഠിക്കുക. ആ 9 എണ്ണം മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. കാരണം സാധാരണഗതിയിൽ വികാസം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന്, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് സാധാരണഗതിയിൽ ഓപ്ഷൻ വൈസ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്ന ചോദ്യം NCA ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളത് ഈ മേഖലയിൽ നിന്ന് വികാസ തത്വങ്ങളിൽ നിന്നാണ്. ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള വികാസ തത്വങ്ങളിൽ നിന്നാണ്. പിന്നെ DLD ടെക്സ്റ്റ് ബുക്കിൽ വികാസ ഘട്ടങ്ങൾ കിടപ്പുണ്ട്. വികാസ ഘട്ടങ്ങൾ അതേ കണക്കത് ആ മാസം വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര വലിയ സാധ്യതയില്ല, എന്നാൽ ചുരുക്കം ചില പരീക്ഷകൾക്ക് മാത്രം ചോദിച്ചിട്ടുണ്ട് ചാലക വികാസം എന്ന് പറയുന്ന ഒരു കാര്യം. ഈ ചാലക വികാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സിഫാലോകോഡൽ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്ന 2 തീരെ അത് ഞാൻ പഠിക്കണമെന്ന് നിങ്ങളടുത്ത് പറയേണ്ട കാര്യമല്ല. ബിക്കോസ് യു നോ ദാറ്റ് വെരി വെൽ. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് സമീപസ്ഥ ദൂരസ്ഥ ദിശാക്രമം എന്ന് പറയുന്ന ആ സിദ്ധാന്തമൊക്കെ. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ വേണമെങ്കിലേ പറയുന്നുള്ളൂ. കാര്യം ബാക്കി ഇത്രയും ഉറപ്പായിട്ടും പഠിക്കാമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതുകൂടി എന്ത് ചെയ്യാം, പഠിക്കാം. പക്ഷേ നിങ്ങൾക്കെല്ലാം കൂടി ബുദ്ധിമുട്ടാകുന്നുവെങ്കിൽ ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു പോർഷൻ സാറ് പറയുകയാണ് ചാലക വികാസം. വികാസങ്ങളിൽ ഒന്ന് ചാലക വികാസമാണ്. 2 നൈതിക വികാസം എന്ന് പറയും, മോറൽ ഡെവലപ്മെന്റ്. നൈതിക വികാസം, ധാർമ്മിക വികാസം എന്ന് പറയും. നൈതിക വികാസം 2 പേര് കോൾബർഗ്, പിയാഷെ. 2ൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൾബർഗാണ്. കോൾബർഗിനെ ഇല്ലാതെ നിങ്ങൾ പോകരുത്. വേണമെങ്കിൽ നിങ്ങൾ പിയാഷെ ഒന്ന് ചവിട്ടിപ്പിടിച്ചോ. പിയാഷയുമായി ബന്ധപ്പെട്ട്, പിയാഷയുടെ നൈതിക വികാസവുമായി ബന്ധപ്പെട്ട്, പിയാഷയുടെ സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, പിയാഷയെ നിങ്ങൾ ഒന്ന് ചവിട്ടി പിടിച്ചാലും നിങ്ങൾ കോൾബർഗിനെ ഒരു കാരണവശാലും നിങ്ങൾ വിടരുത്. കോൾബർഗിന്റെ നൈതിക വികാസം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി മനോസാമൂഹിക വികാസം, എറിക് എറിക്സൺ നമുക്കറിയാം. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നില്ല. ദെൻ വൈകാരിക വികാസം ബ്രിഡ്ജസ് ആണ്. വൈകാരിക വികാസം ബ്രിഡ്ജസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു തരാവുന്ന കാര്യമേ ഉള്ളൂ. എറിക്സൺ പഠിക്കണം നിർബന്ധമായിട്ടും. നൈതിക വികാസം നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കോൾബർഗിന്റെ നൈതിക വികാസം നിങ്ങൾ പഠിച്ചിരിക്കണം. മനോസാമൂഹിക വികാസഘട്ടം ഏകദേശം 60 വയസ്സിന് മുകളിൽ വരെയുള്ള ഒരു മനുഷ്യന്റെ സാമൂഹ്യ വികാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എറിക് എറിക്സൺ എന്ന് പറയുന്നത്. പച്ചയായ മനുഷ്യനാണ് എറിക് എറിക്സൺ. നിങ്ങൾ മറക്കരുത് എറിക് എറിക്സനെ. ഇനി ഇതിനകത്ത് വരുന്ന ഞാൻ പ്രതിപാദിക്കാത്ത ഒരു സാധനമുണ്ട്, ഭാഷ എന്ന് പറയും, ലാംഗ്വേജ് എന്ന് പറയും. ഈ ലാംഗ്വേജിനെ സാറ് 3ആയിട്ട് കീറിമറിക്കാൻ പോവുകയാണ്. ഒന്ന് മലയാളം എന്നും മറ്റൊന്ന് ഇംഗ്ലീഷ് എന്നും മറ്റൊന്ന് മനഃശാസ്ത്രം എന്നും പറയുന്നു. ഭാഷയെ 3ആയിട്ട് വെക്കുക. ഒന്ന് മലയാളം. എടാ പുള്ളാരെ, DLD ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ അവിടെയുമുണ്ട് നോം ചോംസ്കി, അവിടെയുമുണ്ട് വൈഗോട്സ്കി, അവിടെയുമുണ്ട് പിയാഷെ, അവിടെയുമുണ്ട് ബ്രൂണർ. ഇവരെല്ലാം ഭാഷയുമായി ബന്ധപ്പെട്ട സൈദ്ധാന്തിക കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചവരാണ്. സോ മലയാളം ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഈ 4-5 മഹാരഥന്മാരുടെ കാഴ്ചപ്പാടുകൾ ആ വിദ്യാഭ്യാസ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പഠിക്കണം, നിർബന്ധമാണ്. ദെൻ ഇവിടെ പറയുന്ന മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അത് നാസിം സാറിന്റെ ക്ലാസ്സിൽ കൃത്യമായും പറയുന്നുണ്ട്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഭാഷാ വികസനം, ഈ 3 കാര്യങ്ങളാണ് ഭാഷാ വികസനത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇത് 3മായി ബന്ധപ്പെട്ട് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. പുറത്തേക്ക് നിങ്ങൾ പോകരുത്. പുറത്തേക്ക് പോയാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. അത് അധികമാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. സിമ്പിളാണ്. പാരമ്പര്യവും പര്യാവരണവും ഇതിനെ ബേസ് ചെയ്ത് യൂട്യൂബിൽ തന്നെ ഒരു ക്ലാസ് ഉണ്ട്. ആ കണ്ടന്റ് മാത്രം പഠിക്കുക. ഒഴിവാക്കരുത്. കാരണം കുറച്ച് ഭാഗമേ ഉള്ളൂ. പക്ഷെ ഇത് പഠിച്ചിരിക്കണം. മാർക്കൊന്നാണ്. ഒരു കാരണവശാലും അത് മറക്കരുത്. ദെൻ ഇവിടെ നോക്കുക, അഭിപ്രേരണ. കൺഫ്യൂസിങ് ആണല്ലേ? നമ്മളൊരു ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ ഒരു പ്രേരക സിദ്ധാന്തം,
ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. നേടാനുള്ള ആഗ്രഹം, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ഉറപ്പിച്ചു കാണാതെ വൃത്തിയായി മിടുക്കരായി പഠിച്ചിരിക്കുക. കാരണം ഈ 4 സാധനങ്ങളിൽ നിന്നാണ് ചോദ്യം. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ. ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും എന്ന് പറയുന്നത് ഒന്നുള്ളിൽ നിന്നും മറ്റൊന്ന് പുറത്തു നിന്നും തോന്നുന്നതാണ്, അല്ലേ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ കഥാപാത്രമായി നിന്ന് ചിന്തിച്ചാൽ അത് ഇൻട്രിൻസിക് ആണോ എക്സ്ട്രിൻസിക് ആണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. സ്വാഭാവികമായിട്ടും ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ, അഭിപ്രേരണ ചക്രം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, മോട്ടിവേഷൻ സർക്കിൾ എന്ന് പറയുന്നൊരു സൈക്കിൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ഇത് ഇത്രയും പഠിച്ചാൽ അഭിപ്രേരണയെ നിങ്ങൾക്ക് അങ്ങ് മാറ്റിവെക്കാം. അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട മറ്റു പല സിദ്ധാന്തങ്ങളുമുണ്ട്, അതിൻ്റെ ഒന്നും പുറകെ നിങ്ങൾ സഞ്ചരിക്കരുത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായും പഠിച്ചാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതിൻ്റെ പുറകെ പഠിക്കാത്തവർ അതിൻ്റെ പുറകെ മാത്രമേ സഞ്ചരിക്കാവൂ, അല്ലാതെ മുഴുവനും വായിച്ച് നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകേണ്ട കാര്യമില്ല. ദെൻ ഇവിടെ അഭിക്ഷമത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരാൾ ഏത് മേഖലയിലാണ് അനുയോജ്യൻ എന്ന് തീരുമാനിക്കുന്നത് അഭിക്ഷമതയാണ്. അഭിക്ഷമതയും ബുദ്ധിയും ഒന്നല്ല, അഭിക്ഷമതയും താല്പര്യവും ഒന്നല്ല. അഭിക്ഷമത ജന്മസിദ്ധമാണ്, അവൻ്റെ പരിസരങ്ങളാണ്, അവൻ്റെ സാഹചര്യങ്ങളാണ് അവനെ മികച്ചതാക്കുന്നത് അഭിക്ഷമത. സോ അങ്ങനെയുള്ള അഭിക്ഷമതയെ പിടിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട 3 പരീക്ഷകൾ, അഭിക്ഷമത പരീക്ഷകളാണ് കൊടുത്തിരിക്കുന്നത്. 1 ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി, 3 ഫ്ലാനഗൻ ആപ്റ്റിറ്റ്യൂഡ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ 3 ടെസ്റ്റ്. ഈ സാർ എങ്ങനെ വേഗത്തിൽ പറയുന്നു എന്നാണ്, അല്ലേ? സിമ്പിളാണ്, നമ്മൾ പഠിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കും. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി, ഫ്ലാനഗൻ ആപ്റ്റിറ്റ്യൂഡ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന പൊതുവായ അഭിക്ഷമതാ പരീക്ഷകൾ. ഇത് നിരവധി, ഉദാഹരണത്തിന് ഡാറ്റ് 8 ശോധകങ്ങൾ ചേർന്നാണ് 8 അഭിക്ഷമത അളക്കാൻ കഴിയുന്ന പൊതുവായിട്ടുള്ള ടെസ്റ്റുകളാണ് ഈ പറയുന്ന 3 ടെസ്റ്റുകൾ. അത് കൊണ്ടുവന്ന ആൾക്കാരുടെ പേര് നിങ്ങൾ പഠിക്കണം, അതിൻ്റെ സബ് ഡിവിഷൻസും നിങ്ങൾ പഠിക്കണം. ഇനി വിശേഷാഭിക്ഷമതാ പരീക്ഷ, ഉദാഹരണത്തിനുണ്ട് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഭിക്ഷമത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാറ്റ് പോലെ, അതുപോലെ തന്നെ നമ്മുടെ യാന്ത്രിക അഭിക്ഷമത അളക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളുണ്ട്, അധ്യാപക അഭിക്ഷമത അളക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളുണ്ട്, സീഷോർ മെഷേഴ്സ് ഓഫ് മ്യൂസിക്കൽ ടാലന്റ്, മ്യൂസിക് അഭിക്ഷമത അളക്കുന്ന ടെസ്റ്റുകളുണ്ട്. അതിനെയൊക്കെ നമുക്ക് വിശേഷാഭിക്ഷമത പരീക്ഷകൾ എന്ന് പറയാം, വിശേഷാഭിക്ഷമത പരീക്ഷകൾ എന്ന് പറയാം. അത്രയും കാര്യങ്ങൾ മാത്രം അവിടെ നോക്കിയാൽ മതി, അത്രയും കാര്യങ്ങൾ അവിടെ മാത്രം നോക്കിയാൽ മതി. ഇനി നോക്കുക, സമായോജന ക്രിയാതന്ത്രങ്ങൾ, അതായത് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സിഗ്മണ്ട് ഫ്രോയിഡ് തുടക്കം കുറിച്ച ഒരു കോൺസെപ്റ്റ് ആണ്. അവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രധാനമായിട്ടും 10-40 ഉണ്ട്, പക്ഷെ ഇത്രയെണ്ണം പ്രധാനമായിട്ട് പഠിച്ചിരിക്കണം. 1 പ്രതിക്രിയാ വിധാനം പഠിച്ചിരിക്കണം, 2ാമത്തത് പ്രതിസ്ഥാപനം പഠിച്ചിരിക്കണം, 3ാമത്തത് നിഷേധാത്മക പഠിച്ചിരിക്കണം, 4ാമത്തത് ഭ്രമകൽപ്പന പഠിച്ചിരിക്കണം, 5ാമത്തത് അന്തർക്ഷേപം പഠിച്ചിരിക്കണം. ഓക്കെ മക്കളെ, സമായോജന ക്രിയാതന്ത്രങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ്. സമായോജന ക്രിയാതന്ത്രങ്ങളിൽ എന്താണ് സമായോജനം, എന്താണ് അപസമായോജനം, എന്താണ് അപസമായോജനത്തിനുള്ള ഘടകങ്ങൾ, അത് എങ്ങനെയാണ് നമ്മൾ സമായോജന തന്ത്രങ്ങൾ വഴി നമ്മൾ സാധൂകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ പിന്നെ അങ്ങോട്ട് വളരെ എളുപ്പമായിരിക്കും. കാരണം ഇത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദമനം, പ്രക്ഷേപണം, യുക്തീകരണം, ഉദാത്തീകരണം. ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അനുപൂരണം, തദാത്മീകരണം, ആദേശനം, ആക്രമണം, പഞ്ചാത്ഗമനം. ആക്രമണം വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം അത് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല, കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബാക്കി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് വരുന്നത് പ്രതിക്രിയാ വിധാനം നമ്മൾ നോക്കുക, അതുപോലെ തന്നെ പ്രതിസ്ഥാപനം നമ്മൾ നോക്കുക, അതുപോലെ തന്നെ ഭ്രമകൽപ്പന നമ്മൾ നോക്കുക, ഭൗതികവൽക്കരണം നമ്മൾ നോക്കുക, അന്തർക്ഷേപണം നമ്മൾ നോക്കുക. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് സാധാരണഗതിയിൽ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അടിയുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു വിട്ടിരിക്കുക അത്യന്താപേക്ഷിതമാണ്. ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത്. ഇനി നമുക്ക് മനഃശാസ്ത്ര പരീക്ഷണ രീതികൾ, മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ടൂൾസ്, ടെക്നിക്സ്, ഇവാലുവേഷൻ ടൂളുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് സിമ്പിളാണ്. നമ്മൾ BEdനോ TTCക്കൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കിയേ, ആത്മപരിശോധനാ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, സർവേ രീതി, ചികിത്സാ രീതി, സാമൂഹ്യ ബന്ധ പരിശോധന, അത് സോഷ്യോമെട്രി ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ഇവിടെ ഇന്റർവ്യൂ, ചോദ്യാവലി, റേറ്റിംഗ് സ്കെയില്, കേസ് സ്റ്റഡി, ഇൻവെന്ററികൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഇൻവെന്ററികളാണ്. അത് മൊത്തം പഠിക്കേണ്ട. പ്രൈമറി ആയിട്ട് നമ്മുടെ DELന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു 3 എണ്ണം പഠിച്ചാൽ മതി. ദെൻ അതുപോലെ തന്നെ റോഷ മഷ്യൂപ്പ് പരീക്ഷ. ഈ റോഷ മഷ്യൂപ്പ് പരീക്ഷയൊക്കെ നമുക്കറിയാം പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. അങ്ങനെയുള്ള അന്തർബോധന പരീക്ഷ, പദസഹചര്യവിദ്യ, വാക്യപൂരണ പരീക്ഷ, ഇതൊക്കെ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളാണ് നമുക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ 2 സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം ഇതൊക്കെ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി കുറച്ചുകൂടി ഗവേഷണ ഉപാധികളിലേക്ക് വരികയാണെങ്കിൽ ക്രിയാഗവേഷണം, ഉപാഖ്യാന രീതി, സഞ്ചിതരേഖ, അഭിമുഖം, സാമൂഹിക ബന്ധ പരിശോധന റിപ്പീറ്റഡ് ആണ്. ഇനി ശോധകം എന്ന് പറയുമ്പോൾ അതിനകത്ത് സിദ്ധിശോധകം വരും, നിദാന ശോധകം വരും. നിദാന ശോധകവും സിദ്ധിശോധകവും അതിൻ്റെ ഫ്യൂച്ചേഴ്സ്, ബ്ലൂ പ്രിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്, എപ്പോഴാണ്, അതിൻ്റെ മാർക്ക് എങ്ങനെയാണ്, അതിൻ്റെ ഗ്രേഡ് എങ്ങനെയാണ്, അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള 2 കാര്യങ്ങളും സിദ്ധിശോധകവും നിദാന ശോധകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരെണ്ണം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറയേണ്ടതാണ്, ചിൽഡ്രൻസ് അപ്പോസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. CAT എന്ന് പറയുന്നത് ഒരു പ്രക്ഷേപണ തന്ത്രമാണ്. അപ്പോൾ ഈ 3 സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മക്കളെ ഒരു കാരണവശാലും ഇതിൽ ഒരെണ്ണം പോലും ഒഴിവാക്കാനില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായും ഓർത്തു വെക്കുക. മനഃശാസ്ത്ര പരീക്ഷണ രീതികൾ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ, ഇതെല്ലാം നിങ്ങൾ കൃത്യമായും ഓർത്തു വെച്ചേക്കണം. നമുക്കിനി കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്. ഈ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് ഇത് ഹെഡിങ് അല്ല, ഇത് ഹെഡിങ് ആയിട്ട് സ്ലൈഡിൽ വന്നതാണ്. സോ ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2013 കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, ആ കരിക്കുലം ഫ്രെയിംവർക്കിൽ ഏത് തരത്തിലുള്ള പാഠ്യപദ്ധതി സമീപനമാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്? അധ്യാപക കേന്ദ്രീകൃതമാണോ, വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണോ, പ്രക്രിയ അധിഷ്ഠിതമാണോ, പ്രവർത്തന അധിഷ്ഠിതമാണോ, ഉൽപ്പന്നാധിഷ്ഠിതമാണോ? അങ്ങനെയുള്ള ഒരു 13 സമൂല പോയിന്റുകൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ PDF എടുത്തോ, അതല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ഫയൽ എടുത്തോ, ആ റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എൻട്രിയുടെ വീഡിയോ കണ്ടിട്ടോ, അതിനകത്ത് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ മാത്രമേ പഠിക്കാവൂ. ഇവിടെ ഈ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ PDF കാണുമ്പോൾ 10, 60, 80 പേജുള്ളത്, അതെങ്ങനെ പഠിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അതിനകത്ത് ചോദിക്കേണ്ട കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങൾക്ക് പറയുന്നുണ്ട് എങ്കിലും ആ ഹെഡിങ്ങുകൾ, അത് അന്വർത്ഥമാക്കുന്ന ആശയങ്ങൾ എന്നിവ മാത്രം നിങ്ങൾ സൂചകങ്ങളായി എടുത്തിരുന്നാൽ മാത്രം മതി. അല്ലാതെ അത് മൊത്തം വായിച്ച് നിങ്ങൾ പഠിക്കേണ്ടതില്ല. സാധാരണഗതിയിൽ അത് വന്ന വർഷം, അത് തയ്യാറാക്കിയ അതിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ അത് ഏത് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്, അതിനകത്ത് ഉപയോഗിക്കുന്ന ബോധന രീതികൾ എന്തെല്ലാം, ക്ലാസ് മുറിയിൽ എന്തൊക്കെ പഠന പ്രക്രിയകളാണ് നടത്തേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ മാത്രം കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് ഓർത്തു വെക്കുക. ഇനി ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയിനകത്താണ് വിവരണം. ഇതും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ല, പക്ഷെ അത് റാങ്ക് ഫയലുകളിലൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ വിവരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാറില്ല. പക്ഷേ അധ്യാപക കേന്ദ്രീകൃതം, വിദ്യാർത്ഥി കേന്ദ്രീകൃതം, ഇതും നിങ്ങൾക്ക് കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ നിരവധി ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അധ്യാപക കേന്ദ്രീകൃതം, എന്താണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതം എന്നുള്ളത്. ഇനി നോക്കുക, ഇവിടെ പഠനതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില പഠനതന്ത്ര ചരങ്ങളുണ്ട്. അതിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് മൊത്തം പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുക. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റുകൾ, ഏറ്റവും പ്രാധാന്യത്തോടെ മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരാം. 1, സംഘചർച്ച എന്താണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. 2, റോൾ പ്ലേ എന്താണെന്ന് നിങ്ങൾ കൃത്യമായും ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ്, ബസ് ഗ്രൂപ്പുകൾ നിങ്ങൾ
ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ബോധനാസൂത്രണം വരുമ്പോൾ മലയാളത്തിലും ഇത് പഠിക്കണം. മലയാളത്തിലും നിങ്ങൾ പഠിക്കണം, ഇംഗ്ലീഷിലും നിങ്ങൾ പഠിക്കണം, സൈക്കോളജിയിലും നിങ്ങൾ പഠിക്കണം. മലയാളത്തിലും പഠിക്കണം, ഇംഗ്ലീഷിലും പഠിക്കണം, സൈക്കോളജിയിലും പഠിക്കണം. ഞാൻ നേരത്തെ ഭാഷയുമായി ബന്ധപ്പെട്ട് 3 തലങ്ങളിലേക്ക് പഠിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് 3 ഏരിയയിൽ നിന്ന് പഠിക്കണം. ഇനി നോക്കുക, ഇവിടെ വിലയിരുത്തൽ, ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്വഭാവ സവിശേഷതയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആ വിലയിരുത്തൽ ഗ്രേഡിങ്ങിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുക, പരസ്പര വിലയിരുത്തൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, നിരന്തര വിലയിരുത്തൽ, ആത്യന്തിക വിലയിരുത്തൽ, അതുപോലെ തന്നെ ഈ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് വരുന്ന പഠന തെളിവ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് വിലയിരുത്തൽ അതുപോലെ തന്നെ മൂല്യനിർണ്ണയം, ഇത് രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഈ പറയുന്ന വിലയിരുത്തലും മൂല്യനിർണ്ണയത്തിൽ നിന്നും 1 മാർക്ക് 100% ഉറപ്പാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ കൂടെ തന്നെ ഈ വിലയിരുത്തലിന്റെ കൂടെ തന്നെ നിങ്ങൾ ഗ്രേഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ദാണ്ടെ പഠന വൈകല്യങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ പഠന വൈകല്യം ഡിസ്ലെക്സിയ, അതുപോലെ തന്നെ ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡെവലപ്മെന്റ് ഓഫ് കോർഡിനേഷൻ ഡിസോർഡർ, ഇതെല്ലാം ഡിസ്പ്രാക്സിയ, ഇതെല്ലാം പഠന വൈകല്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ പഠന വൈകല്യവും ADHDയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ADHD എന്ന് പറയുന്ന ഒരു പഠന വൈകല്യമല്ല, അതൊരു അവസ്ഥയാണ്. അത് പഠന വൈകല്യത്തിന് അല്ലെങ്കിൽ പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ADHD എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ അതും പഠന വൈകല്യവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നോക്കുക. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ മാത്രമല്ല, പ്രതിഭാശാലികളുണ്ട്, സർഗപരതയുള്ള ശിശുക്കളുണ്ട്, പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്, ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവരുണ്ട്, അതുപോലെ തന്നെ ശാരീരിക വൈകല്യമുള്ളവരുണ്ട്, സാംസ്കാരിക കൂല്യമുള്ളവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളാണ്. ഇതെല്ലാം കൂടി നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ശിശുക്കളും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കോൺസെപ്റ്റുകൾ പഠിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ വായിച്ചു വിടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർഗപരതയുള്ള ശിശു കൂടി നിങ്ങൾ കൃത്യമായും ഓർത്തു വെക്കണം. വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ അവിടെ നോക്കുക. മനസ്സിലായല്ലോ? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയും അറിവ് നിർമ്മാണവും എന്ന് പറയുന്ന ഈ ഒരു രീതി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പ്രത്യേകമായ രീതിയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി മൊഡ്യൂൾ ചെയ്യപ്പെടാത്ത ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സിലബസുകൾ നന്നായി പഠിക്കുന്നവരാണെങ്കിൽ, ഇതുവരെയുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇത് സ്കിപ്പ് ചെയ്തു പോകാം എന്ന് ഞാൻ പറയുകയാണ് എൻ്റെ ബ്ലൂ പ്രിന്റിൽ. അതുപോലെ തന്നെ മറ്റൊരു പഠന രീതിയാണ് ആഗമന രീതി, നിഗമന രീതി, പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി, ഡാൾട്ടൺ പദ്ധതി. ഇത് ഏറ്റവും പ്രധാനത്തോടെ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കാൻ, പ്രാധാന്യത്തോടെ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ദെൻ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ നോക്കുക. വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസ പ്രോജക്റ്റ് എടുക്കാം. DPEP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കാം. അതിനെ തുടർന്ന് വരുന്ന SSA എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കാം. അതിനെ തുടർന്ന് വരുന്ന RMSA എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കാം. അതിനെ തുടർന്ന് വരുന്ന SS സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി എടുക്കാം. KCF 2007 എടുക്കാം, 2007 എടുക്കാം, KCF 2013 എടുക്കാം, KCF 2013 എടുക്കാം. അതുപോലെ തന്നെ NCF 2005 എടുക്കാം. കഴിഞ്ഞ 2-3 വർഷങ്ങളായി കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഏറ്റവും പരിഷ്കരിച്ച പദ്ധതികൾ, പ്രോജക്റ്റുകൾ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അത് ഇത്രയും പഠിക്കുക, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായും ഓർത്തു വെക്കുക. അതെല്ലാം പരീക്ഷയ്ക്ക് വളരെ സാധ്യതയുള്ളതാണ്. ഇവിടെ നോക്കുക, വിവര സാങ്കേതിക വിദ്യാ സാധ്യതകൾ എന്ന് പറയുന്നത് സ്കൂൾ വിക്കി, വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ, ടെക്സ്റ്റ് പെയിന്റ്, G-കോംബ്രിക്സ്, ഫെറ്റ്, സ്റ്റെല്ലേറിയം, ദീക്ഷ, ദെൻ മാർബിൾ എക്സെട്ര. ഇത് വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. അതിൽ സ്കൂൾ വിക്കി എന്ന് പറയുന്നത് ITH സ്കൂളിൻ്റെ ഒരു പദ്ധതിയാണ്. സ്കൂൾ വിക്കി എന്ന് പറയുന്നത് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യരുത്. സമീപകാലത്ത് യുനെസ്കോയുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു കാര്യം കൂടിയാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വിദ്യാഭ്യാസ ഏജൻസികൾ എന്ന് പറയുമ്പോൾ ഔപചാരിക ഏജൻസി, അനൗപചാരിക ഏജൻസി, യാദൃച്ഛിക ഏജൻസി.
അറിയാമല്ലോ. അതായത് ഫോർമൽ, നോൺ ഫോർമൽ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ എക്സാമ്പിൾസ് ക്യാബ്, UGC, NCERT, SCERT. അപ്പോൾ വിദ്യാഭ്യാസ ഭരണ സംവിധാനം തിരുവിതാംകൂർ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട ഒരു ഭാഗമാണ്. അതിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ വിദ്യാഭ്യാസ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഇവിടെ നോക്കിയേ, ഈ കമ്മീഷനുകൾ എല്ലാം ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത കമ്മീഷനുകളാണ്. കാരണം ഇതിൽ ഇതുവരെ ചോദിക്കാത്ത കമ്മീഷൻ ഒന്ന് സാഡ്ലർ ചോദിച്ചിട്ടില്ല, ഈശ്വർ ഭായ് പട്ടേൽ കമ്മീഷൻ ചോദിച്ചിട്ടില്ല. യെസ്, ഇത്രയും ഈ രണ്ടൊഴിച്ച് ബാക്കി എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചാർട്ടർ ആക്ട്, മെക്കാളെ മിനിറ്റ്സ്, വുഡ്സ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, ദെൻ തോമസ് റാലി കമ്മീഷൻ, ദെൻ ഹർത്തോ കമ്മീഷൻ, സർജൻ റിപ്പോർട്ട്, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിലാണ്, സമ്പൂർണ്ണാനന്ദ കമ്മിറ്റി, കോത്താരി കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം 68, ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റി, പുത്തൻ വിദ്യാഭ്യാസ നയം, ആചാര്യ രാമമൂർത്തി കമ്മീഷൻ, യശ്പാൽ കമ്മിറ്റി, ദെൻ കസ്തൂരി രംഗൻ കമ്മിറ്റി, 2020 ദേശീയ വിദ്യാഭ്യാസ നയം. ഇത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്ക് എൻ്റെ ബ്ലൂ പ്രിൻ്റ് അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടു പോകുന്ന ഒരാൾക്ക് 18 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക് ഞാൻ ഉറപ്പ് തരുന്നതാണ്. അതുകൊണ്ട് ഈ ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത പോയിന്റുകളെല്ലാം നിങ്ങൾ കൃത്യമായി പഠിക്കുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി.